ഈ പൊട്ടിയ ടാങ്ക് പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കൽ സാധ്യമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അറ്റകുറ്റപ്പണിക്കൊക്കെ സമയമെടുക്കും. അങ്ങനെയെങ്കിൽ ഈ ജലവിതരണത്തിന് എത്ര വേഗത്തിലൊരു ബദൽ സംവിധാനം കാണാൻ കഴിയും? ഇപ്പോൾ തന്നെ അതിന് ചർച്ചകൾ വേഗത്തിൽ നടത്തേണ്ട സംഗതിയാണ്. ഇപ്പോൾ MLA അടക്കം നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ അധികൃതർ? സൈഫുദ്ദീൻ, പെട്ടെന്നൊരു ഓപ്ഷൻ എന്തായാലും കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം 40 വർഷത്തെ കാലപ്പഴക്കമുള്ള ടാങ്കാണ്. അതിൻ്റെ 2 പാളികൾ അത് പൂർണ്ണമായും, അതായത് അതിൻ്റെ പാളികളുടെ ഭിത്തികൾ അത് പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ്. അതൊരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. MLA മാർ അടക്കം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഉമാ തോമസ് MLA വന്നിട്ടുണ്ട്, TJ വിനോദ് MLA വന്നിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം അല്പസമയം മുൻപ് ഉമാ തോമസ് MLA സംസാരിച്ചത് എത്രയും പെട്ടെന്ന് ഇത് പൂർവ്വസ്ഥിതിയിലാക്കുക, അല്ലെങ്കിൽ ഈ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്ര വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്രയധികം പഴക്കമുള്ള ഒരു ടാങ്കാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട പാളി കൂടിയാണ് തകർന്നത്. അപ്പോൾ അത് ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും, കുറച്ച് ദിവസങ്ങൾ എന്താണെങ്കിലും എടുക്കും. പക്ഷേ അത്രയും ദിവസം ഈ ജലവിതരണം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. ഈ നാശനഷ്ടങ്ങൾ, ആളപായമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് ആശ്വാസമായി. നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ഈ ജലവിതരണം, കുടിവെള്ളം മുടങ്ങുന്നത് ഏത് രീതിയിൽ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് ഇതിനു മുൻപ് അല്ലെങ്കിൽ തന്നെ കുടിവെള്ള ക്ഷാമം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. പല ദിവസങ്ങളിലും വെള്ളം കിട്ടാത്തൊരവസ്ഥയുള്ള, നമുക്ക് തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരാറുള്ള, ആളുകൾ വിളിച്ച് പറയാറുള്ള ഒരു പ്രദേശമാണ്. ഈ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കിട്ടാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഉമാ തോമസ് MLA അടക്കം പറഞ്ഞത് അത് തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു പ്രദേശത്ത് വീണ്ടും ഈ കുടിവെള്ള ടാങ്ക് പൊട്ടുന്നു, ജലവിതരണം തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ഗൗരവകരമായി അതിനൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഒരു സംവിധാനം എന്ന് പറയുന്നത് മരടിലൊരു ടാങ്ക് ഉണ്ട്, അതിൽ നിന്നും വെള്ളം എത്തിക്കാം എന്നുള്ളതാണ്. അത് എത്രമാത്രം പോസിബിൾ ആവും, എത്രമാത്രം അത് നടപ്പിലാകും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കില്ല. കാരണം ഇത്രയും പ്രദേശങ്ങളിലേക്ക്, എളമക്കര, തൃപ്പൂണിത്തുറ, എടപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്രയും അധികം പ്രദേശങ്ങളിലേക്ക് വെള്ളം ഏത് രീതിയിൽ കൊടുക്കും, അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ബദൽ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഗൗരവതരത്തിലുള്ള ചിന്ത വേണം. ഒപ്പം തന്നെ ഇത് എങ്ങനെ പൊട്ടി എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെ, നമ്മുടെ പ്രേക്ഷകരും കാലപ്പഴക്കമുണ്ട്. പക്ഷെ അത്രയും കാലപ്പഴക്കമുള്ള ഇഷ്ടംപോലെ വാട്ടർ ടാങ്കുകൾ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതിൽ സമഗ്രമായ അന്വേഷണം വേണം.